അപ്പൊ അഭിനയം മാത്രമല്ല ലക്ഷ്യം, അല്ലല്ല, ഞാൻ തന്നെ എഴുതി ഞാൻ തന്നെ സംവിധാനം ചെയ്ത് അങ്ങനെ ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ അഭിനയിക്കണം നമുക്ക് അങ്ങനെ കാണാൻ നമുക്ക് ആഗ്രഹം തോന്നും ചേട്ടാ. പക്ഷെ അതൊക്കെ പോസിബിൾ ആവണമെന്നൊന്നും പറയണില്ല. പക്ഷെ ഡയറക്ടർ ആവണമെന്നും റൈറ്റർ ആവണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. നമുക്ക് മുമ്പ് തന്നെ ഒരുപാട് റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അതെന്തൊക്കെയായിരുന്നടാ? ഹീറോയിൻ അവളെ ലുക്കൊന്നുമില്ല, ഫെയർ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് റിജക്ഷൻ കിട്ടിയിട്ടുണ്ട്. നമ്മൾ അറിയും, നമ്മളിപ്പോ കൊണ്ടുപോകുന്ന ആൾക്കാർ വഴി നമ്മൾ അറിയും റിജക്ഷൻ ആണെന്നൊക്കെ അറിയാം. എത്രയോളം ഓഡിഷൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്? ഞാൻ മുമ്പ് ഇങ്ങനെ ഒരുപാട് പേരുള്ള ഓഡിഷൻ അറ്റൻഡ് ചെയ്യാറുണ്ട്. ഇപ്പൊ ക്ലോസ് ഓഡിഷൻസ് ആണ് അറ്റൻഡ് ചെയ്യാറ്. അറ്റൻഡ് ചെയ്യുമ്പോഴും റിജക്ഷൻ കിട്ടാറുണ്ട്. റിജക്ഷൻസ് ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്, നേരിട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ പറഞ്ഞവരുടെ മുന്നിൽ തിരിച്ചു പോയി അഭിനയിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും? പക്ഷെ ഒരു സംഭവം ഉണ്ടായിട്ട് റീസെന്റ്, അത് ഭയങ്കര കോമഡി. എന്നെ റിജക്ട് ചെയ്ത് വിട്ടു. അപ്പൊ ഞാൻ റിജക്ട് ചെയ്യപ്പെട്ടു എന്ന് ഞാൻ അറിഞ്ഞു. എനിക്ക് അങ്ങനെ ഹീറോയിൻ ലുക്ക് എന്നൊക്കെ വെച്ച് എന്നെ റിജക്ട് ചെയ്ത് വിട്ടു. പക്ഷെ എന്താണെന്ന് അറിയില്ല, പിന്നെ തിരിച്ച് കറങ്ങി അത് എന്നിൽ തന്നെ വന്നു. പക്ഷെ വന്ന സമയത്ത് എനിക്ക് ഡേറ്റ് ഇല്ലാണ്ടും അത് വിടേണ്ടി വന്നു. അതെനിക്ക് കോമഡി ആയിട്ട് തോന്നി. പക്ഷെ ഈ പഠിത്തവും ഈ അഭിനയം കൂടെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? ഞാൻ ഡിസ്റ്റന്റ് ആയിട്ടാണ് പഠിക്കുന്നത്. ആണ്, അപ്പം കുഴപ്പമൊന്നുമില്ല. പ്രത്യേകിച്ച് പഠിക്കാനൊക്കെ മിടിക്കുക അത്ര മിടിക്കൊന്നുമല്ല അല്ല, എന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈ ഡിസ്റ്റൻസ് ആയിട്ട് പഠിക്കുന്ന സമയത്ത് ഈ കോളേജിലൊന്നും പോയി പഠിക്കണമെന്നൊന്നും ആഗ്രഹമില്ല? ഫ്രണ്ട്സ് ഒന്നും വേണ്ട? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നല്ലേ സ്കൂളിൽ പഠിക്കുമ്പോൾ? ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പൊ ഇല്ല? അങ്ങനെ വലിയ ഫ്രണ്ട്ഷിപ്പ് ഒന്നുമില്ല, വളരെ ചുരുക്കം. ഇങ്ങനെ കയ്യിൽ എണ്ണ അത്രേ ഉള്ളൂ എനിക്ക്. സാധാരണ ഈ അപർണയുടെ ഒക്കെ പ്രായത്തിലുള്ളവർക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. പക്ഷെ അവരിൽ നിന്ന് എന്തുകൊണ്ട് അപർണ വ്യത്യസ്തമായി മാറി? വ്യത്യസ്തം അങ്ങനെയൊന്നുമില്ല. ഞാൻ ഭയങ്കര കമ്പനി ആയിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്ക് അങ്ങനെ എല്ലാവരുടെ അടുത്തും അങ്ങനെ ചാടിക്കറി കമ്പനി എടുത്ത് സംസാരിക്കാൻ എനിക്ക് പറ്റാറില്ല. ചെറുപ്പം മുതലേ അങ്ങനെ തന്നെ. അപ്പൊ എനിക്ക് എന്താ പറയാ, ഭയങ്കര കമ്പനി ആയിട്ട് സംസാരിക്കണമെങ്കിൽ എനിക്കൊരു സേഫ് സോൺ വേണം. അതങ്ങനെ എല്ലാവരോടും എനിക്ക് തോന്നാറുമില്ല. അതുകൊണ്ട് അങ്ങനെ ഡെയിലി കോണ്ടാക്ട് വയ്ക്കുന്ന ഫ്രണ്ട്സ് അധികം ഇല്ലാന്നേ ഉള്ളൂ. അല്ലാണ്ട് ഇപ്പം എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ, അങ്ങനെ ഇപ്പം എനിക്ക് എന്തെങ്കിലും ആവശ്യം, അങ്ങനെയുള്ള ഫ്രണ്ട്സുകൾ ഉണ്ടെങ്കിൽ വളരെ ക്ലോസ് ആയിട്ടുള്ളത് വളരെ കുറച്ച് പേരുള്ളൂ, അത്രേ ഉള്ളൂ. ഇപ്പൊ കോളേജ് ലൈഫ് ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ടല്ലോ, ഏറ്റവും വലിയ ഡ്രീം അല്ലെ എയിം എന്തായിരിക്കും? എനിക്ക് സത്യം പറഞ്ഞ സിനിമ തന്നെ അറിയാം. ഡ്രീം അഭിനയിക്കണം. എനിക്ക് അഭിനയിക്കണം. ഏത് റോള് ചെയ്യാൻ ഏറ്റവും ഇഷ്ടം? നെഗറ്റീവ് ഓർ പോസിറ്റീവ്, അല്ലെങ്കിൽ ഒരു വില്ലത്തി? വില്ലത്തി ചെയ്യണമെന്ന് ഭയങ്കര ഇഷ്ടമാണ്. അത് എനിക്ക് പെൺപിള്ളേരെ വില്ലത്തി പരിപാടി ചെയ്ത് കാണാൻ ഭയങ്കര ആഗ്രഹമുണ്ട്. അതിപ്പം ഞാൻ പറഞ്ഞില്ലേ, എനിക്കിപ്പം എഴുതിയിട്ട് എനിക്ക് തന്നെ അഭിനയിക്കുമ്പോൾ ചിലപ്പോൾ പ്രൊഡക്ഷൻ റിജക്റ്റ് ചെയ്യാം. പക്ഷെ ഞാൻ വിചാരിക്കുന്നത്, ഞാനിപ്പോൾ എഴുതിയിട്ട് അങ്ങനെ ഒരു സബ്ജക്റ്റ് കൊണ്ടുവന്ന് അങ്ങനെ സിനിമ ആക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഫീമെയിൽ ലീഡിനെ വെച്ചിട്ട് അങ്ങനെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എപ്പോഴും. ഒരു പക്ക വില്ലത്തി സാധനം പിടിക്കണം, അങ്ങനെ ഒരു ത്രില്ലിംഗ് പരിപാടി കൊണ്ടുപോകണം എന്നൊക്കെ തോന്നാറുണ്ട്. മമ്മൂട്ടിയാണോ ദുൽഖറാണോ മോഹൻലാലാണോ ഇഷ്ടം? മമ്മൂക്ക.